ഡൽഹിയിലെ RBI ആസ്ഥാനത്ത് നിന്നും പുറത്തു വന്ന ഒരു ഡിജിറ്റൽ കോഡ് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അതെ, ഡോളറിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി രൂപ ലോകം ഭരിക്കും. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടാകും അല്ലെ? എങ്കിൽ കേട്ടോളൂ, അത് നിർണായകമായ ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 80 വർഷമായി ലോകം ഒരു പ്രത്യേക സിസ്റ്റത്തിന് കീഴിലായിരുന്നു. നമ്മൾ എന്ത് വാങ്ങണം, എന്ത് വിൽക്കണം, ആരുമായൊക്കെ വ്യാപാരം നടത്തണം എന്ന് തീരുമാനിച്ചിരുന്നത് വാഷിംഗ്ടൺ ആയിരുന്നു, അതായത് അമേരിക്ക. എന്നാൽ ആ അമേരിക്കൻ ഏകാധിപത്യം ഇന്ന് അവസാനിക്കാൻ പോകുന്നു. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ ഭാരതം പ്രയോഗിക്കാൻ പോകുന്ന ആ ബ്രഹ്മാസ്ത്രം എന്താണ്? സദാം ഹുസൈനും കേണൽ ഗദ്ദാഫിയെയും തകർക്കാൻ കഴിഞ്ഞ അമേരിക്കയ്ക്ക് ഭാരതത്തിന് മുന്നിൽ എന്തുകൊണ്ട് മുട്ടുമടക്കേണ്ടി വരുന്നു? ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങളെ നേരിടാൻ മോദി സർക്കാർ ഒരുക്കിയ ആ രഹസ്യ പ്ലാനിന്റെ ഉള്ളറകൾ ഇതാ. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധത്തെയല്ല. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് ഒരു സൈനിക നീക്കത്തെക്കുറിച്ചുമല്ല. പക്ഷേ ഈ നിമിഷം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യും പെന്റഗണും ഒരുപോലെ ഞെട്ടി നിൽക്കുകയാണ്. അതായത് ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അടിമത്തം സാമ്പത്തിക അടിമത്തമാണ്. 1944 ലോകരാജ്യങ്ങൾ ഒത്തുകൂടി എടുത്ത ഒരു തീരുമാനമായിരുന്നു ഡോളറിനെ ലോകത്തിന്റെ പൊതു കറൻസി ആക്കുക എന്നത്. അന്ന് അമേരിക്ക വാഗ്ദാനം നൽകി, ഞങ്ങൾ നിങ്ങൾക്ക് ഡോളർ നൽകാം, പകരം സ്വർണം സൂക്ഷിക്കാം. എന്നാൽ 1971 അമേരിക്ക ഈ വാഗ്ദാനം ലംഘിച്ചു. സ്വർണത്തിന്റെ പിൻബലമില്ലാതെ അവർ പണം അടിച്ചുകൂട്ടി. എന്നിട്ടും ലോകത്തിന് ഡോളറിനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവിടെയാണ് പെട്രോ ഡോളർ തന്ത്രം. അറബ് രാജ്യങ്ങളോട് അമേരിക്ക പറഞ്ഞു, നിങ്ങൾ എണ്ണ വിൽക്കുന്നത് ഡോളറിൽ മാത്രമായിരിക്കണം, പകരം ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ നൽകാം. ഇതോടെ ലോകം മുഴുവൻ ഡോളറിന് വേണ്ടി ക്യൂ നിൽക്കാൻ തുടങ്ങി. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ വെറും കടലാസ് അച്ചടിച്ച് ലോകത്തെ എന്തും വാങ്ങാം. എന്നാൽ മറ്റു രാജ്യങ്ങൾക്ക് അങ്ങനെ കഴിയില്ല. നമ്മൾ വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. ഇതിലും ഭീകരമായ മറ്റൊരു കാര്യമുണ്ട്, സ്വിഫ്റ്റ്. ലോകത്തെ ഏത് ബാങ്ക് ഇടപാടും അമേരിക്കയ്ക്ക് കാണാൻ കഴിയും. അവർക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളെ ഈ സിസ്റ്റത്തിൽ നിന്നും പുറത്താക്കി പട്ടിണിക്ക് വിടാം. ഇറാനും റഷ്യയും ഇതിന്റെ ഇരകളാണ്. ഇവിടെയാണ് ഭാരതത്തിന്റെ ചാണക്യതന്ത്രം ആരംഭിക്കുന്നത്. ഈ അടിമത്തത്തിൽ നിന്നും മോചനം നേടാനായി ഭാരതം കണ്ടെത്തിയ വഴിയാണ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ CBDC. ഇതിനെ UPI-യുമായി തെറ്റിദ്ധരിക്കരുത്. UPI ഒരു പൈപ്പ് ലൈൻ ആണെങ്കിൽ ഈ റുപ്പി ഈ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളമാണ്. RBI വികസിപ്പിച്ചെടുത്ത ഈ ഡിജിറ്റൽ കറൻസിക്ക് പിന്നിൽ 3 പ്രധാന രഹസ്യങ്ങളുണ്ട്. ഒന്ന്, അനോണിമിറ്റി അഥവാ അദർശത. പണമിടപാടുകൾ അമേരിക്കയുടെ റഡാറിൽ പെടില്ല. അടുത്തത്, ഡയറക്ട് ട്രാൻസ്ഫർ. ഇടനിലക്കാരനായി ഒരു ബാങ്കോ സ്വിഫ്റ്റ് സംവിധാനമോ വേണ്ട. അടുത്തത്, ഓഫ്ലൈൻ കരുത്ത്. ഇന്റർനെറ്റ് ഇല്ലാതെ പോലും ഇടപാടുകൾ നടത്താം. പക്ഷെ അമേരിക്കയെ വിറപ്പിക്കുന്നത് ഇതൊന്നുമല്ല, ഈ ഡിജിറ്റൽ സിസ്റ്റത്തെ ആഗോളതലത്തിൽ മറ്റ് രാജ്യങ്ങളുടെ സിസ്റ്റവുമായി ബന്ധിപ്പിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു എന്നതാണ്. സിംഗപ്പൂരിലെ പേനൗ, UAE-യിലെ ഇൻസ്റ്റന്റ് പേയ്മെന്റ് എന്നിവയുമായി ഭാരതം ഇതിനകം തന്നെ കൈകോർത്തു. ഇത് ഡോളർ ഇല്ലാത്ത ഒരു ലോകത്തിന്റെ തുടക്കമാണ്. അമേരിക്കയെ വെല്ലുവിളിക്കാൻ മുൻപും ആളുകൾ ഉണ്ടായിട്ടുണ്ട്. 2000 സദ്ദാം ഹുസൈൻ പ്രഖ്യാപിച്ചു, ഇറാഖിന്റെ എണ്ണ ഇനി യൂറോയിലായിരിക്കും വിൽക്കുക എന്ന്. 2 വർഷത്തിനുള്ളിൽ ഇറാഖ് ചാമ്പലായി. 2011 ഗദ്ദാഫി പറഞ്ഞു, നമുക്ക് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായി സ്വർണ്ണ ദിനാർ കൊണ്ടുവരാമെന്ന്. അധികം വൈകാതെ ഗദ്ദാഫി കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് ഭാരതത്തെ അമേരിക്കയ്ക്ക് തൊടാൻ കഴിയില്ല? ഒന്നാമത്തെ കാരണം, സദ്ദാമിനും ഗദ്ദാഫിക്കും സാങ്കേതികവിദ്യ ഇല്ലായിരുന്നു. അവർ വെറും നയങ്ങൾ മാത്രമാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്ത്യയോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഉടമയാണ്. രണ്ടാമത്തെ കാരണം, ഡിജിറ്റൽ സർവീസ് മേഖലയിൽ അമേരിക്ക ഇന്ന് പൂർണ്ണമായും ഇന്ത്യയെ ആശ്രയിക്കുന്നു. ഒരു സാമ്പത്തിക ഉപരോധം ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയാൽ അമേരിക്കയിലെ ബാങ്കിംഗ് സിസ്റ്റവും വിമാനത്താവളങ്ങളും നിശ്ചലമാകും. മൂന്നാമത്തെ കാരണം, ഇന്ത്യയുടെ കൂടെ ഇന്ന് ലോകത്തിലെ വലിയൊരു വിഭാഗം രാജ്യങ്ങളുമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്നത്. 2026 ഡൽഹി ബ്രിക്സ് ഉച്ചകോടി ലോക ചരിത്രം മാറ്റാൻ പോവുകയാണ്. റഷ്യ, ചൈന, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവർക്കൊപ്പം സൗദി അറേബ്യയും UAE-യും ഈജിപ്തും ഇറാനും ഇപ്പോൾ ഇന്ത്യയുടെ കൂടെയുണ്ട്. ഇവിടെ ഇന്ത്യ അവതരിപ്പിക്കാൻ പോകുന്ന രഹസ്യ പ്ലാൻ ഇതാണ്, ബ്രിക്സ് ബ്രിഡ്ജ് കറൻസി. ഇതിന്റെ അടിസ്ഥാനം ഇന്ത്യയുടെ റുപ്പി സാങ്കേതിക വിദ്യ ആയിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരും ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു തീരുമാനമെടുക്കുന്നു, ഇനി നമുക്കിടയിൽ ഡോളർ വേണ്ട. ഈ ഒരൊറ്റ തീരുമാനം മതി അമേരിക്കയുടെ കടപ്പത്രങ്ങളെല്ലാം ചവറ്റുകുട്ടയിലേക്ക് പോകാൻ. ലോക രാജ്യങ്ങൾ തങ്ങളുടെ പക്കലുള്ള ഡോളർ വിറ്റഴിക്കാൻ തുടങ്ങിയാൽ അമേരിക്കയിൽ പണപ്പെരുപ്പം കുതിച്ചുയരും. വാഷിംഗ്ടണിലെ തെരുവുകളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ഇത് ഭാരതം സൃഷ്ടിക്കുന്ന ഒരു പുതിയ വേൾഡ് ഓർഡർ ആണ്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഡോളറിനെ ഉപേക്ഷിക്കുന്ന രാജ്യങ്ങൾക്ക് 50% നികുതി ചുമത്തുമെന്ന്. ഇത് ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ്. എന്നാൽ ഭാരതം ഇതിനെതിരെ തയ്യാറാക്കിയ പ്രതിരോധം ഒന്ന് നോക്കൂ. ഇന്ത്യ ഇന്ന് അമേരിക്കയിൽ നിന്ന് എണ്ണയല്ല വാങ്ങുന്നത്, മറിച്ച് റഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ്. ഇന്ത്യയുടെ IT ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്.
നമ്മൾ നികുതി കൂട്ടിയാൽ അമേരിക്കയിലെ IT കമ്പനികളും തകർന്നടിയും. ട്രംപിന്റെ ഭീഷണി ഇന്ത്യയെ ഞെട്ടിക്കില്ല. കാരണം ഇന്ത്യ ഇന്ന് സ്വർണ്ണ ശേഖരം വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലണ്ടനിൽ നിന്ന് ഇന്ത്യ സ്വന്തം സ്വർണം തിരികെ കൊണ്ടുവന്നത് വെറുതെയല്ല. അത് ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇത് വെറുമൊരു വലിയ രാഷ്ട്രീയ കളിയായി കാണരുത്. ഇത് നമ്മളെല്ലാവരെയും ബാധിക്കും. പ്രവാസികൾക്കുള്ള ലോട്ടറി ആണെന്ന് തന്നെ ആദ്യം പറയാം. ഇന്ന് നിങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് 10,000 രൂപ അയക്കുമ്പോൾ ഏകദേശം 500 മുതൽ 1000 രൂപ വരെ ബാങ്ക് ചാർജായി രേഖപ്പെടുത്താറുണ്ട്. ഈറുപ്പി വരുന്നതോടെ ഈ പണം മുഴുവനായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഇന്ത്യ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് ഡോളറിൽ പണം നൽകേണ്ടി വരുമ്പോഴാണ് രൂപയുടെ മൂല്യം കുറയുന്നത്. രൂപയിൽ വ്യാപാരം നടത്തിയാൽ പെട്രോളിനും ഡീസലിനും ഇലക്ട്രോണിക് സാധനങ്ങൾക്കും വില കുറയാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ നിങ്ങൾ അമേരിക്കയിലോ ലണ്ടനിലോ പോകുമ്പോൾ ഡോളറിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരില്ല. നിങ്ങളുടെ കയ്യിലുള്ള രൂപ അവിടെയും സ്വീകാര്യമായിരിക്കും. കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാർ നടപ്പിലാക്കിയ ഓരോ പദ്ധതിയും ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ളതായിരുന്നു. ജൻധൻ അക്കൗണ്ട് വഴി എല്ലാവരെയും ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഡിജിറ്റൽ ഇന്ത്യ വഴി ഇന്റർനെറ്റ് സാർവത്രികമാക്കി. UPI വഴി ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസാക്ഷൻ സിസ്റ്റം ഉണ്ടാക്കി. ഇന്ന് ലോകരാജ്യങ്ങൾ ഭാരതത്തെ നോക്കി അത്ഭുതപ്പെടുന്നു. കാരണം ഇത്രയും വലിയൊരു വിപ്ലവം മറ്റൊരു രാജ്യത്തും നടന്നിട്ടില്ല. അമേരിക്കയുടെ സാങ്ഷൻ ആയുധം ഇന്ത്യ ചവറ്റുകുട്ടയിലേക്ക് എറിയാൻ പോവുകയാണ്. ഇതൊരു വെറും സാമ്പത്തിക നീക്കമല്ല. ഇത് ഭാരതം ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്ന നിമിഷമായി തന്നെ കണക്കാക്കാം. അമേരിക്കയുടെ B-52 വിമാനങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത, ട്രംപിന്റെ നയങ്ങൾക്ക് തടയാൻ കഴിയാത്ത ഒരു ഡിജിറ്റൽ സാമ്രാജ്യമാണ് ഭാരതം കെട്ടിപ്പടുക്കുന്നത്. ഇറാഖിനെയോ ലിബിയയെയോ തകർത്തതുപോലെ ഭാരതത്തെ തൊടാൻ ഇനി ആർക്കും കഴിയില്ല. കാരണം ഇത് സദാമിന്റെയോ ഗദ്ദാഫിയുടെയോ കാലമല്ല. ഇത് 140 കോടി ജനങ്ങളുടെ കരുത്തുള്ള നരേന്ദ്രമോദിയുടെയും ശക്തമായ RBIയുടെയും കാലമാണ്. ഭാരതത്തിന്റെ ഈ വമ്പൻ നീക്കം വിജയിക്കുന്നതോടെ ലോകക്രമം തീർച്ചയായും മാറ്റിമറിക്കപ്പെടും. ഡോളറിന്റെ ആധിപത്യം അവസാനിക്കുകയും ഭാരതത്തിന്റെ രൂപ ലോകമെങ്ങും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ആ സുദിനത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത്. ഈ കരുത്ത് കണ്ട് ലോകം അമ്പരന്ന് നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്നത് ഒരു പുതിയ ഇന്ത്യയാണ്. പഴയതുപോലെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടി നിൽക്കുന്ന ഇന്ത്യയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുന്ന വിശ്വഗുരുവായി ഭാരതം മാറിക്കഴിഞ്ഞു. ഈ മാറ്റം നിങ്ങളിൽ എത്രത്തോളം അഭിമാനം ഉണർത്തുന്നു? ഭാരതത്തിന്റെ ഈ ഡിജിറ്റൽ വിപ്ലവം വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ട്രംപിന്റെ ഭീഷണികളെ ഇന്ത്യക്ക് മറികടക്കാൻ കഴിയുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.